എന്താ സാർ? അല്ല എന്താ മാഡം? ചേട്ടാ എനിക്കൊരു കുപ്പി വാങ്ങിച്ചു തരാവോ? ഏതായാലും കുഴപ്പമില്ല. ഹായ്, നല്ല കാര്യായി. ഞാൻ തന്നെ കുപ്പി വാങ്ങിക്കാൻ അവിടെ ആളെ നിർത്തിയിരിക്കാം. അറിയോ, ഭയങ്കര ക്യൂവാ. എന്നാ ക്യൂല് നിക്കണ ആളുടെ അടുത്ത് കൊടുക്കാവോ? മാഡത്തിനെ വില കൂടിയ സാധനമാണെങ്കിൽ ഞാൻ മോളിൽ നിന്ന് മേടിച്ചു തരാം. മതിയാ? അത് മതി. പിന്നെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കാമോ? വേഗം ചെന്നില്ലെങ്കിലേ ചിലപ്പോ കട അടയ്ക്കും. 2000 ആണല്ലോ. ഓ, ഇനി അവിടെ വല്ലതും ബാക്കിയുണ്ടോ ചേട്ടാ? ഇക്കണക്കിന് പോയ ഗവൺമെന്റ് 24 മണിക്കൂറും തുറക്കും. മാഡം ഒരു 20 റുപ്പീസ് തരുമോ? ഒരു 20 റുപ്പീസിന്റെ കുറവുണ്ടേ. എന്തിന്? ഒരു പൈന്റ് വാങ്ങാനാ. കുറെ നേരമായിട്ടേ ഷെയർ ഇടാൻ ആളെ നോക്കിയിരിക്കുക, ആരും വന്നിട്ടില്ല. ഈ ഓട്ടോറിക്ഷയ്ക്കും ആളില്ല, സ്കൂട്ടറിനും ആളില്ല. അതാ. എന്താ സമരമാണോ? അയ്യോ അല്ല, അത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കോഡ് ഭാഷയാണേ. ഓട്ടോറിക്ഷ 3 ടയർ, ഒരു പുള്ളു മേടിച്ച് 3 ആക്കും. സ്കൂട്ടർ 2 ടയർ, ഒരു പുള്ളു മേടിച്ച് 2 ആക്കും. എങ്ങനെ? 4 വീലർ നോക്കായിരുന്നില്ലേ? അയ്യേ, ആ കേസ് ഞാൻ ഏറ്റെടുക്കത്തില്ലേ. അതായത് പുള്ളാവുമ്പോൾ സൂക്ഷിച്ചൊഴിച്ചു വരുമ്പോൾ 13 രൂപയ്ക്ക് കിട്ടും. ഏത്? ഹാഫ് ആവുമ്പോൾ 6 രൂപയ്ക്ക് കിട്ടും. ക്വാർട്ടർ അടിച്ചിട്ട് ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോ പിറ്റു പോവും. പിന്നെ ഈ കൊച്ചിയിലെ കൊതുകിന് ഉറക്കാൻ നേരം കാണത്തുള്ളൂ, നമുക്ക് ഉറങ്ങാൻ നേരം കാണത്തില്ല. അയ്യോ പാവം, നമ്മള് കുടിയന്മാർക്കല്ലേ ഒരു കുടിയന്റെ വിഷമം അറിയത്തുള്ളൂ. അതെ അതെ. 50 ഉണ്ട്, ബാക്കി ടച്ചിങ്സിനോട് വെച്ചോ. അയ്യോ, എന്നും കുടിക്കാൻ ആവുന്ന തരട്ടെ. ടച്ചിങ്സ് കൂട്ടി ആദ്യമായിട്ടാ കുടിക്കാൻ പോണേ. ഹലോ. നീ നല്ല ഫിറ്റ് ആണല്ലേ. വെറുതെ അല്ല നീ ഫോൺ എടുക്കാത്തത്. ബോട്ടിൽ വാങ്ങിട്ട് ഇപ്പൊ വരാടി. ഇനിയിപ്പോ ഇങ്ങോട്ട് അധികം വരേണ്ടി വരുമെന്ന് തോന്നണില്ല. ഉടനെ ഫ്ലാറ്റ് ഓടേണ്ടി വരും. നീ അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ബേവറേജ്, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽ എല്ലാം. അതെവിടാ? നമ്മുടെ പാലാരോട്ടം വഴക്കിന്റെ അടിയിൽ. നീ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കും. മാഡം കിട്ടി. പ്രളയം കഴിഞ്ഞിട്ട് ആരെങ്കിലും 10 പൈസയില്ല. ബീവറേജിലാണെങ്കിലോ ഒടുക്കത്തെ ക്യൂ. അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ കസ്റ്റമർ കെയർ ഇല്ലല്ലോ. അത് സത്യം. താങ്ക് യു. അത് വെച്ചോ. അയ്യേ, അതെനിക്ക് വേണ്ടത്. എനിക്ക് കുറച്ചില്ല. വളരെ വളരെ നന്ദി. മാഡം, എന്നെ ആ ജംഗ്ഷനിലൊന്ന് വിടാമോ പ്ലീസ്? ശരി, കേറ്. ഞാൻ പുറകിൽ കയറണോ അതോ മുമ്പിൽ കയറണോ? മുമ്പിൽ കയറ്. ഞാൻ എന്താ ഡ്രൈവർ? തന്നെ പൊങ്ങണ വാതില. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. പോവാ. സീറ്റ് ബെൽറ്റ് ഇട്ടോ. സീറ്റ് ബെൽറ്റാ? വലിച്ച് എത്തോ. എവിടെ? മാഡം, അയാള് വീണു. അതുകൊണ്ടാ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാം. എങ്ങടാ? അങ്ങനെയൊന്നുമില്ല. എന്താണ്? ഞാൻ കുക്കാ. കുക്കാ? മാഡം വേറെ മൂഡിലാന്ന് തോന്നുന്നു. അയ്യോ, പണിപാടി. എന്ത് പറ്റി? പെട്രോള് തീർന്നോ? പെട്രോൾ അടിച്ചോണ്ടോ നോക്കാൻ പോലീസ് പെട്രോൾ ബേവറേജിന് മുമ്പ് തന്നെ വന്നേക്കും. അയ്യോ, എന്താ ചെയ്യാ? ഞാനിവിടെ ഇറങ്ങിയാലോ? വണ്ടി ഓടിക്കാൻ അറിയോ? അത്യാവശ്യം ഉരുട്ടും. അത് മതി. ഈ പോലീസിന് അപ്പുറം വരെ ഒന്ന് വണ്ടി ഉരുട്ടി തന്നാ. വെള്ളടിച്ചിട്ടുണ്ടോ? ഡബിൾ. മുട്ടല്ലേ? അയ്യേ, ഞാനാ ടൈപ്പല്ല. ഇതല്ലേ ഗിയർ? അത് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ ഇത് ഗിയർ? അത് ഗിയർ. എടുത്തോ. അതെനിക്കറിയാം. അയ്യോ, ക്ലച്ച് ഇല്ലല്ലോ. അയ്യോ, ഇത് ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെയും വണ്ടി ഇറങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ കാളിദാസൻ സാറിന്റെ വണ്ടിക്ക് 5 ഗിയറാ. പേരെന്താ? ബാബു. വെറുതെ അല്ല. വിട്ടോ. ഇനി അവരെ കണ്ണുരുട്ടി നോക്കണ്ട. വണ്ടി വിട്. നീ മാത്രം വലിച്ചാലും ചുറ്റിനുള്ള എല്ലാരും അനുഭവിക്കും. എനിക്ക് പല്ലുവേന ഉള്ളോണ്ടല്ലേ മാളു.
പല്ല് വേദന. ഞാൻ ഉള്ളിലേക്ക് എടുക്കാറില്ല, വെറുതെ ഇങ്ങനെ വലിച്ചു വിടാറേ ഉള്ളൂ. പോയി ഡോക്ടറെ കണ്ടൂടെ? പല്ല് ആരോടും പറയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ മാളു, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. വലിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കോ. പള്ളി അല്ല, നമ്മളിനിപ്പോ എന്താ ചെയ്യാ മാളു? പല്ലെടുക്ക്. അതല്ല, ഫ്ലാറ്റിന്റെ കാര്യം. അത് നീ ഓക്കെ ലക്ഷ്യമേ? എന്തു പറ്റി? ചേച്ചി ചൂടുവെള്ളത്തിൽ കുറച്ച് ബ്രാൻഡി ഒഴിച്ച് കുറച്ച് കുരുമുളക് കഴിച്ച് കഴിഞ്ഞാൽ പനി വന്ന് വെച്ച് പറയണേ. ആര് പറഞ്ഞു? ചേച്ചി ഞാനിപ്പോ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ. പൊയ്ക്കോടുന്നു പെണ്ണെ, എന്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കണ്ട. അല്ലെങ്കിൽ ഇവിടുത്തെ കുപ്പിയിലെ അളവിന് ഇത്ര കുറവുണ്ട് ഞാൻ പറയുന്നത് കേട്ട് മാളു. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. ചേച്ചി ഞാൻ കുടിച്ചു എന്നാണോ പറയണേ? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ചെയ്തു പോട്ടെ ചേച്ചി. സത്യസന്ധതയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല. എന്നോടോ ബാല? പോയി വാതിലോർന്നേ. എന്തൊരു ദേഷ്യം. കായു, ഞാൻ നിനക്ക് പറ്റൊരു ഭർത്താവിനെ കണ്ടുപിടിച്ചു. നമുക്കിനി ഫ്ലാറ്റ് മാറേണ്ടി വരില്ല. പേരെന്തായിരുന്നു? വെയിറ്റ്, കേറി വാ. പെർഫെക്റ്റ് അല്ലേ? വലത് കാല് വെച്ച് കേറിക്കോളൂ. അയ്യോ, ഒറ്റ മിനിറ്റ്. മളു, അല്ല ഗായു, ഞാൻ പറയട്ടെ, പെണങ്ങല്ലേ. നീ എന്താ വൃത്തിയായിട്ട പണിയാ ആന കാണിച്ചത്? ഞാൻ വല്ല തെറിയും വിളിച്ച് പറയൂട്ടാ. വെള്ളടിച്ച് കൂതറയും നടക്കുന്ന കണ്ണി കണ്ട തടിമാടന്മാരെല്ലാം വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്നിരിക്കാം. ഓടി, നിനക്ക് വല്ല ബോധമുണ്ട് ആന? നീ ഫിറ്റ് ആണല്ലേ? നിക്ക്, നല്ല ബോധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് കേക്ക്. അയാൾക്ക് ആ തടിയുണ്ടെന്നേ ഉള്ളൂ, നല്ല സ്ത്രൈണത്തെ ഉള്ള ആളാ. നിന്റെ ഭർത്താവ് പെർഫെക്റ്റാ. ആനെ, നീ എന്റെ വായിന്ന് വെറുതെ വല്ലതും കേൾക്കണ്ടാട്ടോ. ഒരു സ്ത്രൈണത ഇവളെവിടെ ഇരിക്കണു, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. അല്ല കായു, നാളെ നമുക്ക് ഇയാളെ വായി നോക്കിയുടെ ഭാര്യ കാണിച്ച പ്രശ്നം സോൾവ് ആവില്ലേ? അപ്പൊ പിന്നെ ഫാമിലി ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ. ഫാമിലി പിന്നെ ആ വിണ്ണപ്പനെ കണ്ട പറയും ചെയ്യും എന്റെ ഭർത്താവാന്ന്. ഈ കൂട്ടത്തില് ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ. എന്നാ നീയാ പോയി കെട്ടിക്കൊടി. ഞാൻ പറയാം ആന്റീനെ വിളിച്ചിട്ട്. വേണോ? ലുക്കല്ലേ പ്രശ്നം, ലുക്കല്ലേ പ്രശ്നം. അതെ, ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്യാൻ എന്റെ ജോലി. അത് ശരിയാ. നിനക്ക് ആരെയോ വേണ്ടേ? ഋത്തിക് റോഷൻ, സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ, പ്രിൻസിർ, ജയൻ. അതിന് ഇയാള് നമുക്ക് സെറ്റ് ആവോ? ഇയാൾക്ക് എന്താ പണി? എടി കുക്ക്, കുക്ക് ബാബു. വാവല്ല ബാബു. നീ ഇവിടെ വന്നേ. വേണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞ് പറഞ്ഞു വിടാം. അതെ ചേച്ചി, അത് ഇറങ്ങി പോണ്ടവരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ദിവസത്തേക്ക് ഇനി ഇതുപോലെ ഒരു ഫ്ലാറ്റ് കിട്ടില്ല ഗായു. അതല്ലേ വാ ഗായു എന്നൊക്കെ പറഞ്ഞ ആരാ? സോപ്പിടൊന്നും വേണ്ട. നിങ്ങളുടെ കളിക്ക് ഞാൻ എന്തായിരുന്നു അത്രല്ലേ? ആശാനെ, ആശാനെ, ആശാനെ എവിടെ? ആള് പോയോ? പോണെങ്കി പോട്ടേന്നേ. പുള്ളി പെണ്ണുങ്ങളെ കണ്ടപ്പോ പേടിച്ചോടിതാ തോന്നണം. ഇവിടെ ഇല്ല. ആശാനെ പോയോ? ആ പോട്ടെ. ഒരു സ്ത്രൈണതേനെ ഉണ്ടെന്നിക്കണു. പുറത്തിറങ്ങി പോയാ. ആശാനെ, പോട്ടെ. നീ ഇങ്ങട് വാ. ആശാനെ, പോട്ടെ, നീ വാ. പോയി അകത്തുണ്ടാവും. പോയി നന്നായി. അങ്ങനെ പറയാതെ പോവും. പിന്നെ എന്റെ കെട്ടിയോണല്ലേ പറഞ്ഞിട്ട് പോവാൻ. ആശാനെ, ആള് മുങ്ങി. ചേച്ചിക്ക് ഒരു ഭർത്താവിനെ ഒപ്പിക്കാനുള്ള പാടേ. നിന്നെ കണ്ടിട്ട് പേടിച്ചു പോയതാ. വെറുതെ കൊതിപ്പിച്ചളഞ്ഞു. നോക്കിയേ, നല്ല പോത്തിറച്ചി. ഞാൻ എന്റെ സ്റ്റൈലിനോട് വളർത്തി. മസാല നോക്കിയേ, ഇഷ്ടാവോ ആവോ? നോക്കിയേ, എങ്ങനെയുണ്ടാനെ? കൊള്ളാമോ? ഉഗ്രൻ മസാല.
സൂപ്പർ. അടിപൊളി ചേച്ചി, അടിപൊളി. ഒരു രക്ഷയില്ല ചേട്ടാ. പൊളിച്ചു ആശാനെ. താങ്ക് യു. എന്റെ സെലക്ഷൻ മാഡത്തിന് വേണ്ടേ? തെറ്റില്ല ഗായു. ആ ബീഫ് കൂടി ഇട്ടോ. ഓ എന്തൊരാർത്തി അവൾക്ക്. ചേട്ടാ എല്ല് കട്ടറുണ്ട്. നിനക്കെന്തൊരു കൊക്കപ്പുഴ. അടിപൊളി. പയ്യെ തിരക്കി എല്ല് തൊണ്ടേ കൊടുത്ത് ചത്തുപോയിരുന്നു. ചേട്ടാ കുറച്ചുകൂടി. ബീഫാ? ആ ബീഫ്. ആശാനെ ഏ? ഇതോടെ വെച്ചിട്ടുണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചുറങ്ങിക്കും. നല്ല ഉറക്കം കിട്ടും. അയ്യേ, ഞാൻ വെളുത്ത് കഴിക്കില്ല. എനിക്കതിന്റെ കളർ കണ്ട അപ്പ ഛർദ്ദിക്കാൻ വരും. അതെന്താ? ഞാൻ പണ്ട് ചാരായ ഷാപ്പിലെ കുക്കായിരുന്നേ. സർക്കാർ ചാരായം നിരോധിച്ചപ്പോ ഞാൻ ആ മുതലാളിയുടെ വീട്ടിലെ കുക്കായി 5 വർഷം. അവിടെ നിന്നാണ് പിന്നെ ഞാൻ കാളിദാസാന്റെ വീട്ടിൽ വന്നത്. ആരേ കാളിദാസൻ സാറ്? ചേട്ടൻ പഠിപ്പിച്ച സാറാ? അയ്യേ, കാളിദാസൻ സാറ് സാറല്ല, പിന്നെ? പുരാവസ്തു ഗവേഷകനാ. അങ്ങനെ. ഇപ്പൊ എന്നെ കാണാണ്ട് വിഷമിക്കണ്ടാവും. അങ്ങനെ തന്നെ വേണം. പിന്നെ എന്തിനാ അവിടെ നിന്ന് പോന്നേ? ശരിക്കും പോരാനുള്ള കാരണം വേറെയാ. അയ്യോ ബാബു ഏട്ടാ, എന്തിനാ ഈ കല്ലിൽ ആട്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആ ഗ്രൈൻഡറിൽ അരച്ചാ പോരെ? കല്ലേലിട്ട് ഇങ്ങനെ ആട്ടിയെടുത്തല്ല ഉണ്ണിയപ്പത്തിന് തിന്നുമ്പോ മയം ഉണ്ടാവുള്ളൂ. ഓ മയം. എന്നെ പഠിപ്പിക്കണ്ട, മായ പോയേ. ഉണ്ണിയപ്പത്തില് കല്ല് കടിച്ചിട്ടേ പല്ല് പുളിച്ചിരിക്കുക കാളിദാസന്റെ. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ നല്ല കല്ലടിച്ചത്. ഞാൻ ചോദിച്ചല്ലോ, ചിലപ്പോ മായ ഉണ്ടാക്കിയ കറിയുന്നായിരിക്കും. ഒന്നും അറിയില്ലല്ലോ. ഞാനേ തല്ല് പിടിക്കാൻ പറഞ്ഞതല്ല. നമ്മുടെ ഗ്രൈൻഡറിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് ആട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കറക്കി കൈയിട്ട് മാന്താണ്ട്, അതും നല്ല വൃത്തിയായിട്ട്. ഓ, അപ്പൊ എനിക്ക് വൃത്തിയും മേനയില്ല എന്നാണല്ലേ മായ പറഞ്ഞു വരുന്നത്. ഞാൻ നിർത്തി. എന്തൊരു അമ്മായിമ്മ പോര്. ഞാനതൊക്കെ എന്താണ്ട് ആദ്യം ചെയ്യുന്ന പോലെയാ. പോടുന്നു. ബാബു, 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 കൊള്ളാം, വലിച്ച് കയറ്റിക്കോ. ബാബു, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? നീ എവിടെയായിരുന്നു? സാധാരണ ഞാൻ വരുമ്പോ നീ ഗേറ്റ് മുമ്പിൽ വായം വിളിച്ച് നിൽക്കാറിലാണല്ലോ. എന്തു പറ്റി? 2 ഈച്ച പറ്റി. എടാ, മായ പറയുന്നു, നീ കാര്യമായിട്ട് എടുക്കണ്ട. അത് നീ കഷ്ടപ്പെടണ്ടെന്ന് കരുതി പറയുന്നതല്ലേ? നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേടാ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലെ കല്ല് കടിച്ചിട്ട് പല്ല് പോയെന്ന് പറയണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒന്നുമല്ല. ഉണ്ണിയപ്പത്തില അങ്ങനെ പറഞ്ഞോളൂ. എടാ, അത് കല്ല് കടിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഉണ്ണിയപ്പത്തി കല്ല് കടിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ചോദിക്കണമല്ലോ അവളോട്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. എന്തിനേ ഒളിച്ചുകളി? ഒളിച്ചുകളി എന്തൊക്കെയാ നീ പറയുന്നത്? തൊട്ടെല്ലാം കുറ്റ. അരച്ചാ കുറ്റം, ആട്ടിയാ കുറ്റം, മുറ്റമടിച്ചാ കുറ്റം, വിറക് കൊത്തിയാ കുറ്റം. എടാ ബാബു, അത് പരക്കാൻ ആട്ടാനൊക്കെ ഇവിടെ ഹെവി മിക്സിംഗ് ഉണ്ടല്ലോ, അതാ. ഞാനിതൊക്കെ ചെയ്യണതേ എൻ്റെ ഒരു ശരീര വ്യായാമത്തിനും കൂടിയാ. നാട്ടിലായിരുന്നപ്പോ 2 നേരം കളരി പോയിരുന്ന ആളാ ഞാൻ. എന്തിന്? കസർത്തിന്. ഓ ഓ അതെ, അതൊന്നും ഇവക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ല. പിന്നെ എടാ ബാബു, നല്ല വിശപ്പുണ്ട്. വിശക്കട്ടെ. നീ വല്ലതും കഴിച്ചോടാ. എടാ, ഞാനിങ്ങോട്ട് വരുമ്പോ നല്ല ഉഗ്ര സ്മെല്ല് അടുക്കളയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഞാനേ ഇന്ന് പോത്തിറച്ചി കുമ്പളങ്ങ ഇട്ട് വെച്ച്. എന്ത് കുമ്പളങ്ങ? ഇത് പുതിയ പരീക്ഷണമാണ്. ആ സ്മെല്ല് സൂപ്പർ സ്മെല്ലായിരുന്നു. നീ വാടാ, ഇന്നത് കഴിച്ചിട്ട് തന്നെ കാര്യം. പോത്തിറച്ചിയും കുമ്പളങ്ങയും ഉഗ്രൻ കോമ്പിനേഷൻ. നിനക്കാടാ ശരിക്കും പാചകരത്ന അവാർഡ് വരേണ്ടത്. ഉണക്കപ്പടം, ഇതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ? എന്താ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിടിയും കോഴി വറുത്തരച്ചു വെച്ച കറിയും. കഴിച്ചു നോക്ക്. എങ്ങനെ പറ്റി? 2 തേങ്ങ ചേർത്തിരിക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്ക്. ഇതെവിടെന്നാ കിട്ടിയേ? എവിടുന്നും കിട്ടിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ പോയപ്പോ. മാർക്കറ്റിൽ ഇതിനാ പറഞ്ഞു വിട്ടേ അല്ലേ? കുറച്ച് പൊളിച്ചു പൊളിച്ചു. എടാ ബാബു, ഇത് കണ്ടു പഠിക്കടാ നീ. ഇതാണ് ഫുഡ്. തുരുരു 1930
99 മോഡലാണ് മോനെ. ഈശ്വര രക്ഷതു. ഇത് ശരിയാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയല്ല. ആ ആരാ അടുത്തിരിക്കുന്ന സഹായി? ഗംഭീര നാളല്ലേ? ഓ മകം പെണ്ണുങ്ങൾക്ക് ബെസ്റ്റ് നാളാ. ഡേ, ഈ ബാബുവിന്റെ നാളെന്താ? ആയില്യം ഓ ആണുങ്ങൾക്ക് ബെസ്റ്റ് അല്ലേ? അതാണുങ്ങക്ക്. പക്ഷെ ഇയാളാണാണാണോ? ചക്കളിയാക്കണി. പാവൊന്നുമല്ല. ഇവിടെ അമ്മായിയമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ അറിയുന്നില്ലല്ലോ. ഫോൺ എടുത്താലോ അപ്പ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്താ പറയണേന്ന് കേൾക്കാൻ വേണ്ടി. ന്യൂസ് ഏജൻസി എത്ര ചീത്ത പറഞ്ഞാലും അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു പ്രശ്നവുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞ അവന് ജീവനാ. അതുകൊണ്ടല്ലേ എത്ര പ്രശ്നം ഉണ്ടായാലും ബോധം ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല, പോകാൻ വേറെ സ്ഥലം ഇല്ലാത്തോണ്ടാ. ശരിയല്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? പിന്നെ ഞാനവിടെ നിന്നില്ല. എൻ്റെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞാൻ വെളുപ്പിനെ വണ്ടി കയറി. അയ്യോ 8 കൊല്ലം ഞാൻ കാളിദാസാൻ്റെ കൂടെ നിന്ന്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിയണവരെ. പക്ഷെ പോരണ്ടായിരുന്നു. അവർക്കത് വിഷമാവില്ലേ? ആവണമല്ലോ. പെണ്ണിന്റെ വാക്ക് കേട്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെയോ? അതെ. ഇവിടെ ഞങ്ങള് 4 പെണ്ണുങ്ങളല്ലേ? അയ്യേ, അത് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇവിടെ വേറൊരാണ് വന്ന് കയറുന്നവരെ ഒരു കുഴപ്പമില്ല. അതുണ്ടാവും മുകളിൽ എന്തായാലും. ആണോ? ഇനി അങ്ങോട്ടും പോണ്ട. ആയിക്കോട്ടെ. നമുക്കിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ അടിച്ച് ജീവിക്കാം. അതെ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചതായിരുന്നെങ്കിൽ ഇത്രയൊന്നും കഴിക്കില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. മാഡം, എൻ്റെ ചമ്മന്തി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കായു? ഏ, ചമ്മന്തി ഇഷ്ടമായില്ലേ? ആശാന്റെ നാടെവിടെ? കൊട്ടാരക്കര. അതെ, ആശാൻ ഇവിടെ കിടക്കട്ടോ, നമ്മുടെ സ്റ്റോർ റൂമിൽ. അടിപൊളി രൂപ. ഉം. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാർത്തുപ്പോ ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയിലോട് ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ ഉണ്ടോ? നീ വാശി പിടിച്ച അങ്ങനെ സമ്മതിക്കും. ഹലോ ഹലോ, ചേച്ചിയെ ചേച്ചിയെ ഫ്ലാറ്റിന് തീ പിടിച്ചെന്നാ തോന്നണേ. ചേച്ചിയെ ചേച്ചി ഫ്ലാറ്റിന് തീ പിടിച്ചെന്നാ തോന്നണേ. ചേച്ചി ഓടി രക്ഷപ്പെടേ ചേച്ചി. ഫുൾ പോകാ ചേച്ചി. ചേച്ചി ഓടി വാ ചേച്ചി. ഇതെന്താ മഞ്ഞ ബാച്ചന്റെ മുടി കത്ത് പിടിച്ചു. എന്താ നോക്ക്. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ആത്മകം പാനതയുഗം ഐശ്വര്യമായിട്ട് കാലത്ത് ഹനുമാൻ സ്വാമിക്ക് ഒരു പൂജ ചെയ്തു. ചേട്ടാ, ഞാൻ വിചാരിച്ചു ഫ്ലാറ്റിന് തീ പിടിച്ചു. പ്രസാദം വേണ്ട, ഞങ്ങളാരും കുളിച്ചിട്ടില്ല. നന്നായി. അപ്പൊ കാലത്ത് എന്താണോ വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ്? ഐശ്വര്യമായിട്ട് ഒരു ബ്ലാക്ക് കോഫി. ഓ ആയിക്കോട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. എന്താ ലുക്ക്. ഇതൊക്കെ ആരെയും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സ്റ്റിക്കാ തുടച്ചേ. അയ്യാ, അത് തിന്ന്.
ഇതെന്തിനാ ഇതൊക്കെ? ഇതേ കഴിഞ്ഞ ഷോയിന് കമലഹാസന് കൊടുത്ത കോട്ടാണ്. എന്നൊക്കെ പറഞ്ഞ വിശ്വസിക്കണ്ടേ ചേച്ചി അല്ലേ?